Hi friends, welcome back to day 16, 30-day study plan of laboratory assistant, 10th mains examination. നാളെയാണ് നമ്മുടെ ഡേ 16. ഡേ 16-ൽ എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കേണ്ടതെന്ന് ആദ്യം നോക്കാം. മാത്സിൽ പ്രോഗ്രഷൻസ് ആണ് പഠിക്കേണ്ടത്. പ്രോഗ്രഷൻസുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ എക്സാംസിനും നമുക്ക് ചോദ്യങ്ങൾ അവൈലബിൾ ആണ് അല്ലേ? അപ്പോൾ ഈ ഒരു ഭാഗം നന്നായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ആർട്ടിക്കിൾസ് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. അപ്പോൾ ആർട്ടിക്കിൾസ് എന്നുള്ള ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. PYQ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി തന്നെ ഈ ഒരു ഏരിയയിൽ നിങ്ങൾ ചെയ്യാം. ഇനി തേർഡ് മലയാളത്തിലേക്ക് വരുമ്പോൾ സിലബസ് വെച്ചിട്ട് ടിക്ക് ചെയ്ത് ഓരോ ദിവസം പഠിക്കുന്ന കാര്യങ്ങൾ ടിക്ക് ചെയ്ത് പോകുന്നവർക്കറിയാം ഇത് നമ്മളുടെ മലയാളത്തിലെ ലാസ്റ്റ് ടോപ്പിക്കാണ്. എല്ലാ ടോപ്പിക്സും മലയാളത്തിൽ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇംഗ്ലീഷും ഏതാണ്ട് അതുപോലെയാണ്. ഒരു 2-3 ടോപ്പിക് കൂടിയാണ് ഇംഗ്ലീഷിൻ്റെ ഭാഗത്ത് റിമൈൻഡ് ചെയ്യുന്നത് അല്ലേ? ബാക്കിയെല്ലാം നമ്മൾ പഠിച്ചു. ഇനി മലയാളത്തിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ സമാന പദങ്ങൾ എന്നുള്ള ആ ഒരു ടോപ്പിക്കാണ് നിങ്ങൾ നാളത്തെ ദിവസം പഠിക്കേണ്ടത്. PYQ ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ വേണം ഈ ഒരു ഏരിയ പഠിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മലയാളത്തിലെ ടോപ്പിക്സ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് PYQs മാത്രം വെച്ചിട്ടായിരിക്കും പിന്നീട് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. കറണ്ട് അഫെയർസ് ഓഗസ്റ്റ് 2024 പഠിക്കുക. അതേപോലെ ഫെബ്രുവരി 2025 ഓൾറെഡി പഠിച്ചതാണ്, അത് റിവൈസ് ചെയ്തെടുക്കുക. ഓക്കെ, ഓഗസ്റ്റ് 2024 കാര്യങ്ങൾ PSC ബുള്ളറ്റിൻ ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുക. 2 വോളിയം ഉണ്ടായിരിക്കും. അതുപോലെ ഫെബ്രുവരി 2025 നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്, അത് റിവൈസ് ചെയ്തെടുക്കാനും വിട്ടുപോകരുത്. ഇനി ഹോട്ട് ടോപ്പിക്കിലേക്ക് വരാം. ഹോട്ട് ടോപ്പിക്കിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ, അതുപോലെ വനിതാ കമ്മീഷൻ, അതുപോലെ കറണ്ട് അഫെയേഴ്സ് ഓറിയൻറ്റഡ് ആയിട്ട് ഒളിമ്പിക്സ്, പാരാലിമ്പിക്സ്, കുറച്ച് ഹിസ്റ്ററിക് ആയിട്ടുള്ള കാര്യങ്ങളും പഠിക്കണം, ഒളിമ്പിക്സിൻ്റെയും പാരാലിമ്പിക്സിൻ്റെയും. അതുപോലെ കറണ്ട് അഫെയേഴ്സ് ഓറിയൻറ്റഡ് ആയിട്ടും ഒളിമ്പിക്സ്, പാരാലിമ്പിക്സ് എന്നീ 2 ടോപ്പിക്സ് പഠിച്ചു തീർക്കുക. അപ്പോൾ ഹോട്ട് ടോപ്പിക്കിൽ വനിതാ കമ്മീഷൻ, പിന്നെ ഇലക്ഷൻ കമ്മീഷൻ, ഒളിമ്പിക്സ്, പാരാലിമ്പിക്സ് എന്നീ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. ഇനി ഹോട്ട് ടോപ്പിക്സിലെ റിവിഷൻ ഏരിയ നോക്കാം. റിവിഷൻ ഏരിയയിലേക്ക് വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് INC, ഫ്രഞ്ച് വിപ്ലവം, പോക്സോ ആക്ട്, സമുദ്രജല പ്രവാഹങ്ങൾ, ഈ 4 ടോപ്പിക്സ് നിങ്ങൾ റിവൈസ് ചെയ്യുക. INC, ഫ്രഞ്ച് വിപ്ലവം, പോക്സോ ആക്ട്, സമുദ്രജല പ്രവാഹങ്ങൾ എന്നീ കാര്യങ്ങൾ റിവൈസ് ചെയ്യാം. ഇവിടെ ഫ്രഞ്ച് വിപ്ലവം, പോക്സോ ആക്ട്, സമുദ്രജല പ്രവാഹങ്ങൾ, ഇത് 3ൻ്റെയും വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്കത് അവിടെ നിന്ന് കാണാം. പിന്നെ INC നിങ്ങൾ റിവൈസ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഡേ 16-ൽ പഠിക്കാനുള്ളത്. ഡേ 17 മുതൽ നമ്മൾ സയൻസിൻ്റെ കാര്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ സയൻസിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ലാബ് അസിസ്റ്റൻറ്റിന് വേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നത്. അതിന് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടോ അല്ലെങ്കിൽ സയൻസിന് കൂടുതൽ മാർക്സ് ഉണ്ടോ, അങ്ങനെയൊന്നുമില്ല. സിലബസ് അനുസരിച്ച് നമുക്ക് ഭൗതികശാസ്ത്രം 3 മാർക്ക്, രസതന്ത്രം 3 മാർക്ക്, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 6 മാർക്ക്, ഇങ്ങനെ മൊത്തം 12 മാർക്കിൻ്റെ ഭാഗമാണ് സയൻസ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത്. വേറെ സ്പെഷ്യൽ ടോപ്പിക്സ് ഒന്നും ഈ ഒരു എക്സാമിന് നമ്മൾ പഠിക്കേണ്ടതില്ല. അപ്പോൾ ഡേ 17 മുതൽ പിന്നെ നമ്മൾ സയൻസ് പഠിച്ചു തുടങ്ങും. SCERT ചാപ്റ്റേഴ്സ്, ഹോട്ട് ടോപ്പിക്സ്, പിന്നെ അതുപോലെ ഓൾറെഡി നമ്മൾ കവർ ചെയ്ത് വന്നിട്ടുള്ള ഹോട്ട് ടോപ്പിക്സിൻ്റെ റിവിഷൻ കൂടി ഇനി അങ്ങോട്ട് ഇൻക്ലൂഡ് ചെയ്യുകയാണ്. കാരണം ഇനി വളരെ ചുരുക്കം ദിവസങ്ങൾ മാത്രമാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ ഹോട്ട് ടോപ്പിക്സിൻ്റെ റിവിഷന് വേണ്ടിയിട്ട് പ്രത്യേക സമയം കണ്ടെത്താൻ നമുക്കില്ല. അതോടൊപ്പം ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, കറണ്ട് അഫെയർസ് റിവിഷൻ പോകും. എല്ലാ ടോപ്പിക്സും, അത് ഹോട്ടായിട്ട് ചോദിക്കുന്ന ടോപ്പിക്സും, അതുപോലെ ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, കറണ്ട് അഫെയർസിലെ എല്ലാ ടോപ്പിക്കും കംപ്ലീറ്റ് ആക്കിക്കൊണ്ട് തന്നെ നമുക്ക് എക്സാമിന് നല്ല രീതിയിൽ എഴുതാനായിട്ട് സാധിക്കും. ഇനിയും പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ അവർക്കും ധൈര്യപൂർവ്വം തന്നെ പഠിച്ചു തുടങ്ങാം. കാരണം ഈ ഒരു എക്സാമിന് റിമൈൻഡ് ചെയ്യുന്നത് 2 ആഴ്ചയാണെങ്കിലും ഇനി നമുക്ക് ASMൻ്റെ എക്സാം മുന്നിലുണ്ട്. സിലബസ് സെയിം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ASMൻ്റെ എക്സാമിന് കൂടി യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് ഇനിയും പഠിച്ചിട്ട് കിട്ടുമോ, കാര്യമുണ്ടോ എന്നൊക്കെ ആലോചിച്ച് നിൽക്കുന്നവർ ഒട്ടും വൈകിക്കേണ്ട, വേഗം തന്നെ പഠിച്ചു തുടങ്ങിക്കോളാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളെ പറയാനുള്ളൂ. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഷെയർ ചെയ്ത് ഫ്രണ്ട്സിലേക്ക് കൂടി എത്തിക്കുക. ലൈക്സും കമൻസും എല്ലാം പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.